ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. മാനീർത്തോടിന കാക്ഷിക്കുമ്പോ ആത്മാവിന ദാഹിക്കുന്നേ. മാനീർത്തോടിന കാക്ഷിക്കുമ്പോ ആത്മാവിന ദാഹിക്കുന്നേ. ആ ജീവനീരെനിക്ക് ഇടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആ ജീവനീരെനിക്ക് ഇടണേ. യേശുവേ, ഞാൻ നിന്റെ ദാനമല്ലോ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാ മെനഞ്ഞിടണേ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ ആത്മാവിനാ മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റിയിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ ഒരു മാനപാത്രമായി മാറ്റി. ശബ്ദമുയർത്തി ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ.
ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആ വൈകുള്ള തുറന്ന് ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ശബ്ദമുയർത്തി ആഴത്തിൽ ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോട്. ഒരു നിമിഷം ആയിരിപ്പണങ്ങളെ വിട്ട് ദൈവം എഴുന്നേറ്റുന്നേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിൽ കൊതിയുള്ളവർ പാടിക്ക് ആഴത്തിൽ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആഴത്തിലെന്നോടൊന്നിടപെടണേ. ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആ കണ്ണുകളൊക്കെ ഒരു നിമിഷം ദിവസത്തിൽ ഒന്ന് അടച്ച് നിങ്ങളായിരുന്ന മേഖലകൾ, നിങ്ങളായിരുന്ന സാഹചര്യങ്ങളെല്ലാം ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താട്ടെ. നിങ്ങളുടെ ഭാരങ്ങളെ, നിങ്ങളുടെ കുറവുകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ചാട്ടെ. ഏതെങ്കിലും മേഖലയിൽ കർത്താവിൽ നിന്ന് അകന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകലിൽ അതിനെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്താട്ടെ. ആത്മാർത്ഥമായി കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്താട്ടെ. നിങ്ങളുടെ ഉള്ളത്തെ മുഴുവനായി, നിങ്ങൾക്കുള്ള സകലതിനെയും ഒരു മകൻ അപ്പൻ്റെ സ്വത്തെല്ലാം വാങ്ങി കൂട്ടുകാരോട് ദൂർത്തടിക്കുവാൻ അപ്പൻ കൊടുത്തുവിട്ട സ്വത്തെല്ലാം തീർന്നതിന് ശേഷം കൂട്ടുകാരുപേക്ഷിച്ച നിലയിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നപ്പോൾ പന്നികൾ കഴിക്കുന്ന ആഹാരം കഴിച്ച് വിശപ്പടക്കിയപ്പോൾ എൻ്റെ മകനെ കാത്ത്, അല്ലെങ്കിൽ എൻ്റെ മകൻ ഇന്ന് വരും, അല്ലെങ്കിൽ നാളെ വരും എന്ന് കാത്തിരുന്ന ഒരപ്പനുണ്ട്. മകന് സുബോധം വന്നിട്ട് അപ്പൻ്റെ അടുക്കൽ തിരിച്ചു പോകുമ്പോൾ അപ്പൻ്റെ കാത്തിരിപ്പ് അവിടെ അവസാനിക്കുകയാണ്. തന്നെ ഉപേക്ഷിച്ചു പോയ മകൻ തിരിച്ചപ്പൻ്റെ സ്നേഹത്തിലേക്ക് കയറുന്ന
മകൻ വരുന്ന ദൂരത്ത് നിന്ന് അപ്പൻ കണ്ടിട്ട് അപ്പൻ്റെ കൂടെയുള്ളവരോട് മുദ്രമോതിരവും നല്ല വസ്ത്രങ്ങളും ചെരുപ്പും ആഹാരമൊക്കെ ഉണ്ടാക്കുവാൻ അപ്പൻ പറയുന്നതായി കാണുവാൻ കഴിയും. ഇന്ന് പകൽ നിങ്ങളായിരുന്ന ആദ്യ ദൈവസ്നേഹത്തിൽ നിന്ന് ആർക്കെങ്കിലും അതിൽ നിന്ന് വീണു പോയ സാഹചര്യമുണ്ടെങ്കിൽ എല്ലാം ഇന്നു പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ കൊടുത്താട്ടെ. കർത്താവ് അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയ ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഞങ്ങളെ ഓർമ്മിപ്പിക്കണമേ കർത്താവ്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് ക്ഷമ ചോദിക്കുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹം വൃഥാവാക്കി കളഞ്ഞ മേഖലകൾ, തള്ളിക്കളഞ്ഞ മേഖലകൾ, അങ്ങയുടെ സ്നേഹത്തെ മറ്റുള്ളവരോട് പറയാതിരുന്ന സാഹചര്യം കർത്താവ് എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവ്. അങ്ങനെ പറയാൻ കഴിയുള്ളവർ വായ്കളെ തുറന്ന് പറഞ്ഞാട്ടെ. നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. നമുക്ക് ആശ്രയിപ്പാനുള്ളത് ഒരേ ഒരാളാണ്, നമ്മുടെ യേശു. കാരണം അവൻ സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച, ഈ ഭൂചരാലങ്ങളെ സൃഷ്ടിച്ച ആ ഒരു കർത്താവാണ് നമ്മുടെ അപ്പൻ. ഒടിയനായ പുത്രൻ തിരിച്ചു പോയതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവ് അങ്ങ് സർവശക്തനാണ് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ലോകം തരാത്ത സമാധാനം തരുവാൻ അങ്ങേക്ക് കഴിയും കർത്താവെ. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത സൗഖ്യത്തെ തരുവാൻ അങ്ങേക്ക് കഴിയും കർത്താവെ. ശത്രുക്കളുടെ മുമ്പേ ജയം തരുവാൻ കർത്താവിന് കഴിയും. ഭൂലോകമൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു ആർക്കും അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയാതെ അത്രയും വലിപ്പമേറിയ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ സ്നേഹം. കർത്താവ് ഇന്നു പകലിൽ ആ ഒരു തിരിച്ചറിവോടെ ഇത്രയും നാമങ്ങൾ അല്ലെങ്കിൽ ഇത്രയും കാര്യാദികൾ അങ്ങയുടെ നാമത്തിനുള്ളപ്പോൾ കർത്താവ്, അങ്ങേ വിട്ടു മറ്റൊരിടത്തും പോകുവാൻ കഴിയാതെ അങ്ങിൽ നിന്ന് അകലാതെ വണ്ണം ഇന്നു പകലിൽ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ്. ആരുടെയൊക്കെ ഉള്ളങ്ങളിൽ ഇന്ന് പകൽക്കാലം കർത്താവ് സംസാരിക്കും. അത് നഷ്ടപ്പെട്ടു പോയ ആദ്യ സ്നേഹത്തിലേക്ക്,
ലേ ബാലാ ചാരാല അറിയാൻ ചാരാല. കർത്താവ് അങ്ങയെപ്പോലെ മറ്റാരുമില്ല കർത്താവ്. കാൽവരി ക്രൂശ് നമുക്കായി പിടഞ്ഞ കർത്താവേ, ഒരു യോഗ്യതയുമില്ലാതിരുന്നിട്ട് ഒരു സാഹചര്യമില്ലാതിരുന്നിട്ടും ഞങ്ങളെ സ്നേഹിച്ച കർത്താവേ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഗതസമനയിലെ അതിവേദന എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. ഗതസമനയിലെ അതിവേദന എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാ കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ. ശബ്ദമുയർത്തി പാടിക്കേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ തിരഞ്ഞെ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യത പറയാനില്ലായേ,
കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാൻ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ല, ഒന്നു മാത്രം യേശുവേ. കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് ജയം തന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ കർത്താവിനെ ആരാധിപ്പാനായി, ഇന്ന് നമ്മൾ ഭൂമിയിലായിരിക്കുന്നതും കാൽവരി ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം. നാം ഒരിക്കലും നിന്നതല്ല, കർത്താവ് നമ്മെ നിർത്തിയതാണ്. നമ്മളൊന്നും നേടിയിട്ടല്ല, കർത്താവാണ് എല്ലാം തന്നത്. ഇത്രത്തോളം ജയം തന്ന കർത്താവിനെ ഒരു ഗാനം കൂടെ പാടി ഇന്ന് പകലിൽ ശക്തിയോടെ കരങ്ങളെ ഇടിച്ച് കർത്താവിന് ആരാധന കൊടുക്കാനായി കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോ നന്ദിയോടെ നാഥൻ സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നിക്കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോ, സോദരങ്ങളോ അകന്നങ്ങു മാറിയപ്പോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിലും ജയം തന്നുവല്ലോ.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോ, പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവനേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു, ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ. തിരുഹിതം പോ റാഫാ യഹോവാ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവാ എന്നും അവനുണ്ട്. റാഫാ യഹോവാ എന്നെ സൗഖ്യമാക്കും. ശമ്മാ യഹോവാ എങ്ങും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം. ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. ശാലോം യഹോവാ എൻ്റെ സമാധാനം. നിസ്സി യഹോവാ എൻ്റെ ജയക്കൊടിയാ. ശാലോം യഹോവാ എൻ്റെ സമാധാനം.
നിസ്സി യഹോവ എൻ്റെ ജയക്കൊടിയാ, ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താന്തം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എന്താന്തം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമാണ്. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവൻ. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്താനന്ദം. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ. Lianta shatala rimanata rimanagara uduli vaida varata livolo terele rimanata rala sheteli rikalata limana shmendel rianta rala manatura la ramana ragal kala rimana maraguduli rimini bini 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 levolo torolo rianta rala mana shmetel rimana ragaduli rimini bini anteria. കർത്താവ്, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവ്, ഇനിയും അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാതെ വണ്ണം, അങ്ങയുടെ സ്നേഹത്തിന് കീഴിലായിരിക്കാൻ, ആദ്യ സ്നേഹത്തിൽ നിന്ന് നഷ്ടപ്പെടാതെ വണ്ണം അങ്ങ് സഹായിക്കണമേ കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ശബ്ദമുയർത്തി രാമേൻ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ രാമേൻ പറഞ്ഞാട്ടെ. ആ കരങ്ങളടിച്ച് നല്ല കർത്താവിന് മോക്ഷം കൊടുത്താട്ടെ. ആകാതിരിപ്പാൻ തന്നെ ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധ അന്തർമന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട്. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണം, പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയെയും അവർ വിവേചിക്കായ കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു. പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു. തൻ്റെ അഭിഷിക്തന് അവൻ രക്ഷാദുർഗം തന്നെ. നിൻ്റെ ജനത്തെ രക്ഷിച്ച് നിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. ഹല്ലേലൂയ. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ടാണ് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്: യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവത്തോട് നിലവിളിക്കുകയാണ്. അതായത് ഭക്തനായ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു യാചനയാണ് ഈ സങ്കീർത്തനം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവയെ നീ കേൾക്കാതിരിക്കരുതേ. ഹല്ലേലൂയ. അതായത് പാറ എന്ന് പറയുമ്പോൾ ഒരു ബലമുള്ളതാണ്. ഹല്ലേലൂയ. അത് ശക്തിയുള്ളതാണ്, അത് ഉറച്ചതാണ്. അപ്പോൾ ആ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അതായത് തൻ്റെ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ഹല്ലേലൂയ, ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. അതായത് പാറയായ ദൈവത്തോട്, അതായത് ഉറച്ച ദൈവത്തോട്, ഉത്തരം തരുവാൻ ശക്തിയുള്ള ദൈവത്തോട് എന്ന വണ്ണമാണ് ഇതിൽ കാണുവാൻ കഴിയുന്നത്. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ, നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ഹല്ലേലൂയ.
അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ല എങ്കിൽ ഒരുപക്ഷെ നാം വീണു പോകുവാൻ സാധ്യതയുണ്ട്. കുഴിയിൽ ഇറങ്ങുന്നവരുടെ അനുഭവത്തിലേക്ക് വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ പറയുന്നത്, നീ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ കുഴിയിൽ വീഴുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ കൊണ്ടുചെല്ലുമ്പോൾ ഹല്ലേലൂയ ദൈവം അതിന് പ്രസാദകരമല്ലെങ്കിൽ നാം പ്രാർത്ഥിച്ചിട്ട് അർത്ഥമില്ല. അതായത് കർത്താവ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നാം കുഴിയിൽ വീഴുവാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ ദാവീദ് തന്നെ ഇവിടെ പറയുകയാണ്. വീണ്ടും പറയുന്നു, ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേൾക്കണമേ. ഹല്ലേലൂയ. അപ്പം ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഉയർത്തുമ്പോൾ, ദൈവത്തിൽ ശരണം പ്രാപിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെ ശബ്ദം ചെവികൊള്ളണമേ എന്ന് താൻ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വചനം പറയുന്നു, ദൈവമാകുന്ന പാറ, ക്രിസ്തുവാകുന്ന പാറയെങ്കിലേക്ക് ഒരുവൻ നോക്കി നിലവിളിക്കുമ്പോൾ അത് ദൈവം അവിടെ ഉത്തരം നൽകും. അതായത് പാറ എന്ന് പറയുമ്പോൾ ഒരു ശക്തിയുള്ളതാണ്. അത് ഉറച്ചതാണ്. ഉറച്ച ദൈവത്തെ നാം നിലവിളിക്കുമ്പോൾ ആ ദൈവത്തിങ്കിൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയും. മൂന്നാമത്തെ വാക്യം പറയുന്നു, ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചുകൊണ്ട് പോകരുതേ. ദുഷ്ടത ചെയ്തു കഴിഞ്ഞാൽ ഹല്ലേലൂയ നാം വീണു പോകുവാൻ സാധ്യതയുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാൻ ആയിപ്പോകരുതേ എന്ന് താൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അവർ ഹല്ലേലൂയ കൂട്ടുകാരോട് ഹല്ലേലൂയ സമാധാനം സംസാരിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം ഹല്ലേലൂയ വഷളത്വമുള്ളതാണ്. അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത ഉണ്ട് എന്ന് ഹല്ലേലൂയ താൻ പറയുകയാണ്. തൻ്റെ ഭക്തനായ ദാവീദിൻ്റെ അനുഭവമാണ് പറയുന്നത്. ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ടത്, നാം പലരോടും നാം സംസാരിക്കുമ്പോഴും അവർ പലരും നമ്മോട് സമാധാനമായിട്ട് വന്നേക്കാം, പക്ഷേ അവരുടെ ഹൃദയം ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ. ദുഷ്ടത ചെയ്തു കഴിഞ്ഞാൽ വീണു പോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. വചനം പറയുന്ന പോലെ ഹല്ലേലൂയ നാം വീഴാതെ ക്രിസ്തുവിലേക്ക് ആശ്രയിച്ച് ക്രിസ്തുവിൽ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ദുഷ്ടത ഇല്ലാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയാകും. ഹല്ലേലൂയ. താഴോട്ടൊക്കെ വായിക്കുമ്പോൾ അവർ ദുഷ്ടതയെക്കുറിച്ച് 4-ാമത്തെ വചനം പറയുന്നു, അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണം പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം അവർക്ക് പകരം ചെയ്യണമെന്നൊക്കെ ഇവിടെ ദാവീദ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. യഹോവയുടെ പ്രവൃത്തികളെയും അവൻ്റെ കൈവേലയും അവർ വിവേചിക്കായ കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. അവർ ദുഷ്ടന്മാർക്ക് വരുന്ന ആപത്തിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അവരുടെ കൈവേലയും അവരുടെ പ്രവൃത്തികളും ദോഷമുള്ളതുകൊണ്ട് അവർക്ക് ദോഷം വരുവാൻ ഇടയാകുമെന്ന് പറയുന്നപ്പോൾ നാം ദോഷത്തിലേക്ക് തിരിയുകയാണെങ്കിൽ നമുക്കും അത് സംഭവിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് ദോഷത്തിലേക്ക് പോകാതെ നീതിയായി നടക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. 6-ാമത്തെ വചനം പറയുന്നു, യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ യാചനകളുടെ ശബ്ദം ദൈവം കേൾക്കുവാനിടയാകും. നാം നിലവിളിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. സകല നാമങ്ങൾക്ക് മേലായ ഹല്ലേലൂയ യേശു എന്ന നാമത്തിൽ നാം ആശ്രയിച്ച് നിലവിളിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ ക്രിസ്തു പാറയായതുകൊണ്ട്, ഉറച്ചവനായതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാനിടയാകും. ഹല്ലേലൂയ. വീണ്ടും താൻ സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുന്നുണ്ട്, അത് രക്ഷ നൽകിയത് കൊണ്ട് ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് ഇവിടെ ഭക്തനായ ദാവീദ് പറയുകയാണ്. അപ്പോൾ നാം ദൈവത്തോട് നിലവിളിക്കുക, ക്രിസ്തുവാകുന്ന പാറയോട് നമ്മുടെ ആവശ്യങ്ങളെ പങ്കുവയ്ക്കുക. നാം ദൈവസന്നിധിയിൽ നീതിയുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുമെന്നുള്ളതാണ് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ വചനം എഫേസ്യർ 5-ാം അധ്യായം 23-ാം വാക്യം, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഹല്ലേലൂയ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. നമ്മുടെ ശരീരത്തിന് ഒരു തല ഉണ്ട്. നിങ്ങളുടെ ശരീരത്തിന് എന്തുണ്ട്? ഉടലിന് എന്തുണ്ട്? ഒരു തല ഉള്ളതുപോലെ സഭയുടെ തലയാകുന്നു ആര്? ക്രിസ്തു. ഹല്ലേലൂയ. ക്രിസ്തു യേശു നമ്മുടെ എന്താ പറയുക, സഭയുടെ തലയാകുന്നു. തലയെന്ന് പറഞ്ഞാൽ അധികാരമാണ്. ഭവനത്തിനകത്ത് പുരുഷൻ്റെ അധികാരത്തിന് കീഴിൽ വേണം സ്ത്രീ നിൽക്കുവാനെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. എഫേസ്യർക്ക് ലേഖനം താഴോട്ടൊക്കെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. അതേപോലെ ആ ഒരു വാക്യപ്രകാരമാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. സഭയെ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ സഭയെ താൻ പരിശുദ്ധാത്മാവിൽ എഴുതിയിരിക്കുന്ന സമയത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്നു, ഭർത്താവ് ഭാര്യയ്ക്ക് തലയായിരിക്കുന്നത് പോലെ സഭയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കണം. അതായത് ഭാര്യമാർ ഭർത്താവിൻ്റെ മുന്നേ അടങ്ങി നിൽക്കുന്നത് പോലെ, തൊട്ട് താഴോട്ടൊക്കെ വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ, ഇരിക്കുന്നത് പോലെ സഭയുടെ ഉള്ളിൽ നിങ്ങൾ ഒരു അടക്കവും ഒതുക്കത്തോടെ ജീവിക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന എത്ര ഭാര്യമാർ ഭർത്താക്കന്മാരുടെ കീഴടങ്ങിയിരിപ്പുണ്ട്? തിരുവചനം പറയുന്നത് പോലെ ജീവിക്കുന്ന എത്ര ഭാര്യമാരുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനകത്ത് പിശാച് പറക്കുകയില്ല, പിശാച് എന്ത് ചെയ്യില്ല, പ്രവർത്തിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നവർ എത്ര പേരുണ്ട്? ഇതിനകത്ത് ടോട്ടലായി നോക്കുകയാണെങ്കിൽ സഭയ്ക്ക് കീഴടങ്ങിയിരിക്കുന്ന എത്ര പേരുണ്ട്? സഭ എന്ന് പറയുന്ന നമ്മൾ കളിക്കുവാൻ പറ്റുന്ന ഒരു മേഖലയല്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ആ ശരീരത്തിൻ്റെ തലയാകുന്നു ആര്? കർത്താവ്. അതായത് സഭ കർത്താവിൻ്റെ ഉടലാണ്. ആ ഉടലിനോട് കളിക്കുമ്പോൾ നോക്കി നമ്മൾ കളിക്കണം. വചനപ്രകാരം ജീവിക്കുന്ന നമ്മൾ ഒരിക്കലും ശരീരമാകുന്ന സഭയോട് മറുതലിപ്പ് കാണിക്കുവാൻ പാടില്ല. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിക്ക് കരം കൊടുത്തിട്ട് പറ, സഭയോട് മറുതലിപ്പ് കാണിക്കരുത്. കാരണം അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഹല്ലേലൂയ. ശരീരത്തെ നശിപ്പിക്കുന്നവനെ, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ, അല്ലെങ്കിൽ ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. രണ്ട് ശരീരമുണ്ട് കേട്ടോ. ഒന്ന് നമ്മുടെ ശരീരം, ഒന്ന് സഭയാകുന്ന ശരീരം. ഈ ശരീരത്തെ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശം ഇല്ല. നമ്മെ ഇതിനകത്ത് കർത്താവ് കൊണ്ട് നിർത്തിയതാണ്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല. കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയും സഭയാകുന്ന ഇതിനകത്ത് നമ്മെ കൊണ്ടാക്കുകയും ചെയ്തു. ഇനി സഭ ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും ആരാണ്? സഭയാണ്. ഹല്ലേലൂയ. സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സഭയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. സഭയെന്ന് പറഞ്ഞാൽ നമ്മളാണ്. കാരണം ഇതിനകത്തിരിക്കുന്ന പല വ്യക്തികളാണ്. ഈ വ്യക്തികളെ തിരുസഭ പ്രകാരം പഠിപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. ഇതിനകത്തിരിക്കുന്ന ചിലർ കൈകളാണ്, ചിലർ കാലുകളാണ്, ചിലർ കണ്ണുകളാണ്, ചിലർ ചെവിയാണ്, ചിലർ ഹൃദയമാണ്. ഇങ്ങനെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ പല ഘടകങ്ങളായിട്ട് കർത്താവ് മാറ്റിയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങളെല്ലാം ഒരേപോലെ ആയിരിക്കില്ല സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂറും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളിനെ ഹൃദയമായിട്ട് കണക്കാക്കാം. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന അവയവം ഏതാണ്? ഹൃദയം. ഹൃദയം എപ്പോഴും പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം വിചാരിക്കണം എന്തായാലും ഇന്നൊരു ദിവസത്തിൽ ഒരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. അതോടെ റെസ്റ്റ് ആവും എല്ലാ കാര്യത്തിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സെക്കൻഡ് റെസ്റ്റ് എടുക്കുന്നതാണ് നമ്മൾ എന്താ പറയുക 1.5-2 ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടു കൊടുക്കേണ്ടി വരുന്നത്. അതായത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഹൃദയം പോലെയാണ്. ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയോട്, സഭയിലിരിക്കുന്ന ഈ വ്യക്തികളോട്, നിങ്ങളോട് എല്ലാവരും ഞാൻ പറയുന്നു, ഈ സഭ ഇതിനകത്തായിരിക്കുന്ന ഹെവൻ റിവൈഷൻ ചർച്ച് അല്ല കേട്ടോ, ലോകസഭയാണ് സഭ എന്ന് പറയുന്നത്. ഇത് കർത്താവ് തന്നിരിക്കുന്നതും ലോകപരമായിട്ടുള്ളൊരു പേര് മാത്രമാണ്. സഭ എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ലോകത്തിൽ മുഴുവനുമായിട്ടും സഭയാണ്, ചർച്ച് എന്നാണ് പറയുന്നത്. ആ ചർച്ചിനകത്ത് ഒരു അവയവമായി നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ഞാൻ പറയും ഹൃദയമായിട്ട് മാറാൻ പറയും. ഹൃദയമാണ് ഒരു ശരീരത്തിൻ്റെ ഫുൾ കൺട്രോൾ, അല്ലെങ്കിൽ ഫുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ട സാധനം ഹൃദയമാണ്. ഹൃദയമായിട്ട് നിങ്ങൾ മാറിയാൽ നിങ്ങൾ മറ്റെല്ലാം മറന്നെന്ത് ചെയ്യും? കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് പറയണം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ചില വ്യക്തികൾ നല്ല സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും. ചിലരെന്ത് ചെയ്യും? കുറച്ചു നേരം ചെയ്യും, ചെന്നിട്ട് അങ്ങ് ചെന്നിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യില്ല. ചിലർ കുറച്ചു നേരം പ്രവർത്തിക്കും, പിന്നെ തിരിഞ്ഞു നോക്കില്ല. ഇതൊക്കെ ഓരോ അവയവത്തിൻ്റെ പ്രത്യേകതയാണെങ്കിലും ചിലരുടെയൊക്കെ കയ്യിലിരിപ്പും ഉണ്ട്. എല്ലാ അവയവം എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾ പറയുവാൻ നിൽക്കരുത്. ഇതിനകത്ത് ദൈവദാസനാകുന്ന ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തായിരിക്കുന്ന ലീഡേഴ്സ് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നല്ല. സഭയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം. ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ വരാതെ വണ്ണം നിന്നാലും, ആരും നിങ്ങളോട് പറഞ്ഞില്ല എങ്കിലും, നിങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ലോകസഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം? സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. അങ്ങനെ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രവർത്തിക്കുന്നവർ ഒന്ന് കരം ഉയർത്തിയാട്ടെ. ഞാൻ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരം ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. ആരുമില്ലേ?
ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സഭയെ പാതാള ഗോപുരങ്ങൾക്ക് തകർക്കുവാൻ കഴിയുകയില്ല. കാരണം പാതാള ഗോപുരങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഈ സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തെ തകർക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയില്ല. നീ കർത്താവിൻ്റെ സഭയായി ജീവിച്ചാൽ ഉറപ്പായും ഞാൻ പറയുന്നു, അവചനപ്രകാരം പറയുന്നു, പാതാള ഗോപുരങ്ങളാകുന്ന പൈശാചിക സാന്നിധ്യങ്ങളുടെ മണ്ഡലങ്ങൾക്കോ ആകാശമണ്ഡല ശക്തികൾക്കോ ഭൂമി മണ്ഡല ശക്തികൾക്കോ അധോലോക മണ്ഡല ശക്തികൾക്കോ നിന്നെയും തകർക്കുവാൻ കർത്താവ് വിട്ടുകൊടുക്കില്ല. ഹല്ലേലൂയ. സഭയെ സ്നേഹിച്ച കർത്താവ് സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ മാറ്റിവെച്ചവനാണ്. സഭയെ സ്നേഹിച്ച കർത്താവ് സഭയ്ക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്ന കർത്താവാണ്. ആ സഭയെ നമ്മൾ സ്നേഹിച്ചാൽ, ഇതിനകത്തായിരിക്കുന്ന കാര്യാദികൾ മാത്രമല്ല, കർത്താവിൻ്റെ ശരീരമായിട്ട് നമ്മൾ സഭയെ സ്നേഹിച്ചാൽ, നമ്മുടെ ഈ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ മന്ദിരമായ കർത്താവിൻ്റെ സഭയാണ് നമ്മളെന്ന് മനസ്സിലായി നമ്മൾ നടക്കുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മളുടെ കൊടുക്കൽ വാങ്ങലുകളും പ്രവൃത്തിയിലും എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ, പ്രിയമുള്ള സഹോദര സഹോദരി, നിന്നെ തകർക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ഈ ലോകത്ത് നിൽക്കുന്നത്. ഈ ആലയത്തെ, ഈ മൺകൂടാരത്തെ കർത്താവ് ഏറ്റെടുത്തത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. ഈ ആലയം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായതോടൊപ്പം തന്നെ കർത്താവിൻ്റെ തിരു ശരീരമായും മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ സഭയുമായുള്ള ബന്ധത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ, സഭയിൽ കൊടുക്കേണ്ട കാര്യം കൃത്യമായി കൊടുക്കണം. സഭയുമായുള്ള ബന്ധത്തിൽ സഭയ്ക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. ഹല്ലേലൂയ. സഭയ്ക്ക് കൊടുക്കുവാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. സഭയിൽ ചെയ്യുവാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. ദൈവവുമായുള്ള ബന്ധത്തിൽ സഭ എന്ന് പറയുന്ന ആ കെട്ടുറപ്പിനകത്ത് നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു കുറവും നിങ്ങൾ വരുത്തരുത്. ഹല്ലേലൂയ. ഇതിനകത്ത് നിങ്ങൾ സഭയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി സമയം നിങ്ങൾ കണ്ടെത്തണം. സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരു വ്യക്തിയായി അല്ലെങ്കിൽ ഒരു ശരീരമായി ഒരു അവയവമായി നിലനിൽക്കുകയും ചെയ്യണം. കാരണം ഇതിൻ്റെ തല ആരാണ്? ക്രിസ്തുവാണ്. ഇതിനകത്ത് ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ദേവദാസനോ ഏതെങ്കിലും പുരോഹിതന്മാരോ അല്ല. സഭയുടെ തല ക്രിസ്തുവാണ്. ക്രിസ്തുവിനോടൊപ്പമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പങ്കാളിയാകുന്നത്. നമ്മൾ ചെയ്യുന്നത് പൂർണ്ണ മനസ്സോടെ ദൈവസന്നിധി ചെയ്താൽ, കൊടുക്കൽ വാങ്ങലായി മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് സഭയുടെ അകത്ത് എല്ലാ പ്രവർത്തികളും. നിങ്ങൾക്ക് റിസൾട്ട് വരുന്നത് ദൈവമായിട്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അതേപോലെ ഈ വചനത്തിനകത്ത് നമ്മൾ കേട്ടതാണ്, ഭർത്താവ് ഭാര്യയ്ക്ക് തലയായിരിക്കണം. ഭാര്യയ്ക്ക് തലയായിരിക്കുന്ന ഭർത്താവ് എന്ത് ചെയ്യണം? ഭാര്യയുടെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ സഭ ആകുന്ന കർത്താവിൻ്റെ ശരീരത്തിന് വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴും തലയാകുന്ന കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. കർത്താവ് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സഭയുടെ അകത്ത്, ക്രിസ്തുവിൻ്റെ ആലയത്തിനകത്ത്, ക്രിസ്തുവിൻ്റെ ശരീരത്തിനകത്ത് ഞാൻ ഇന്ന് മുതൽ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ ദൈവം പറയുന്നത് മാത്രമേ ചെയ്യൂ എന്നുള്ളൊരു തീരുമാനം എടുക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ എത്രത്തോളം ആഴത്തിൽ നിൽക്കുന്നു അത്രത്തോളം ദൈവവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കാൻ കഴിയും. അതേപോലെ നമ്മൾ ഒരിക്കലും തലയെ മറുതലിക്കരുത്. യേശുവിനെ മറുതലിച്ച് നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. കർത്താവിനെ മറുതലിച്ചാൽ, അതായത് ഇപ്പം എൻ്റെ ശരീരമാണിത്, ഈ ശരീരത്തിൽ ഞാൻ വിചാരിക്കുകയാണ് ഇനി തലയുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് തല മുറിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യും? തല വേണ്ടെന്ന് വിചാരിക്കുകയാണ് ഞാൻ. എൻ്റെ തല ഭയങ്കര വൃത്തികേടാണ്. എൻ്റെ അല്ലെ മുഖമൊക്കെ കാണാൻ ഒരു ഗ്ലാമറില്ല. ഇനി ഈ തലയും കൊണ്ട് നടക്കണ്ടെന്ന് വിചാരിച്ചാൽ എന്ത് സംഭവിക്കും? കർത്താവാകുന്ന ക്രിസ്തുവിനെ മറന്നുകൊണ്ട് സഭയുടെ അകത്ത് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ ലോക ജീവിതത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ശരീരമാണ് നമ്മൾ. അതേപോലെ സഭ എന്നാൽ കൂടി വരുന്ന സ്ഥലമാണ് സഭയെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങൾ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേർ ഉണ്ടായി. സഭായോഗം കൂടി വരുന്ന സ്ഥലത്തെയാണ് സഭയെന്നും സഭായോഗം കൂടുകയെന്നും പറയുന്നത്. ഹല്ലേലൂയ.
അത് നമ്മൾ മാത്രമല്ല, ലോകപരമായുള്ള രാഷ്ട്രീയ ബന്ധങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം സഭയെന്ന് തന്നെയാണ് അതിനെ സൂചിപ്പിക്കുന്നത്. കൂടി വരുന്ന സ്ഥലത്തെയും സഭയെന്ന് പറയും. ഈ കെട്ടിടത്തെ വേണമെങ്കിൽ നമുക്ക് സഭയെന്ന് പറയാം. അതിലുപരിയായി നമ്മുടെ ശരീരത്തെ സഭയെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ ഇതിനെല്ലാം അടിസ്ഥാനം, കർത്താവ് സഭയ്ക്ക് ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീരപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. സഭയ്ക്ക് ഒരു അടിസ്ഥാനമുണ്ട്. ഹല്ലേലൂയ. ആ സഭയ്ക്ക് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലാണ് നമ്മെ പണിതിരിക്കുന്നത്. പാസ്റ്റർമാർ, ഇടയന്മാർ, അപ്പോസ്തലന്മാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അതിനകത്താണ് നമ്മൾ പണിതിരിക്കുന്നത്. ഒരു കെട്ടിടം, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്തിടും? അടിസ്ഥാനമിടും. നമ്മളാകുന്ന ഒരു വ്യക്തിയെ കർത്താവ് സഭയാകുന്ന അടിസ്ഥാനത്തിലാണ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കാലഘട്ടത്തിൽ സഭയിൽ വരുന്നുണ്ട്, ശുശ്രൂഷ പങ്കാളിയാകുന്നുണ്ട്, നമ്മൾ ഇനിയിപ്പോൾ അവിടെ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവത്തിനൊന്നും സംഭവിക്കാനില്ല കേട്ടോ. ഹല്ലേലൂയ. കഴിഞ്ഞ കുറച്ച് കാലത്തിന് മുന്നേ നമുക്കറിയാം, കൊറോണ എന്ന് പറയുന്ന സംഭവം വന്ന സമയത്ത് സഭകൾ പൂട്ടിപ്പോകുമെന്നും ഇനി സഭ തുറക്കില്ലെന്നും വിചാരിച്ചുകൊണ്ട് പലരും ഓൺലൈനായി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ഓൺലൈനായിട്ട് ഭവനത്തിലായിത്തിരുന്ന തിരുവത്താഴ ശുശ്രൂഷയും ഓൺലൈനായിട്ട് മറ്റുള്ള കാര്യാദികളെല്ലാം ചെയ്തു തുടങ്ങി. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ ഇനി സഭയിലേക്ക് വരണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് രാവിലെ ഞായറാഴ്ച രാവിലെ നോക്കിയാണ് ഒരു 8:30-9 മണി തൊട്ട് ആരാധന തുടങ്ങും. കുറച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് അടുത്ത പവർഫുൾ മീറ്റിംഗ് ഇടാം, ഇങ്ങനെ ഇട്ടിട്ട് ഇഷ്ടമുള്ളതെല്ലാം കേൾക്കാമെന്നൊരു ചിന്തയിൽ ധാരാളം ജനങ്ങൾ ഇന്ന് സഭ വിട്ട് ഭവനങ്ങളിലുള്ള കൂട്ടായ്മയിലാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഭവനത്തിനകത്തിരുന്ന് ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കേൾക്കുകയും ചെയ്യാം, അടുക്കളയിൽ ചിക്കൻ വയ്ക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ? ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങൾ ചിക്കനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഉടനെ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ പറയും നിങ്ങൾ എവിടെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. ഹല്ലേലൂയ. മറ്റേതാകുമ്പോൾ അവിടെ ഇരുന്ന് കേൾക്കുകയും ചെയ്യാം, കരവും അടിക്കാം, ഇടയ്ക്കിടയ്ക്ക് പാത്രവും അങ്ങനെ ചെയ്യാൻ പാടില്ലേ? ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ യഥാർത്ഥത്തിൽ സഭ എന്ന് പറഞ്ഞാൽ കൂടി വരുന്നിടമാണ് സഭ. അല്ലാതെ ഭവനത്തിനകത്തിരുന്ന് നമ്മളിത് ചെയ്യുമ്പോൾ അതൊരു സഭയായി മാറില്ല. 2-3 പേർ എവിടെ കൂടി വരുന്നു അവിടെ ആര് പ്രവർത്തിക്കും? കർത്താവ് പ്രവർത്തിക്കും. അത് ഏക മനസ്സോടെ കൂടി വരുന്നവരുടെ മധ്യത്തിലാണ്. അത് ഭവനത്തിലായിരിക്കുമ്പോൾ ആ ഏക മനസ്സ് നമുക്ക് കിട്ടില്ല, നമ്മൾ ദൈവശക്തി വെളിപ്പെടില്ല. ഇതിനകത്ത് ഈ സഭയുടെ അകത്തും നമ്മൾ പ്രാർത്ഥിച്ച് പ്രസംഗിച്ച് ഇതിനകത്ത് പറയുന്ന ഈ വിഷയങ്ങൾ അവസാന സെക്ഷനിലാണ്, അല്ലെങ്കിൽ ആമേൻ പറഞ്ഞ് നിങ്ങളെ പ്രാർത്ഥിപ്പിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് ദൈവശക്തിയോടെ ഈ വചനത്തെ കർത്താവ് ഉറപ്പിക്കുന്നത്. അപ്പോൾ അത് പലതും നമ്മൾ ലൈവായി വിടുകയോ നമ്മൾ മറ്റുള്ളവരെ കാണിക്കുകയോ ചെയ്യാറില്ല. പക്ഷെ ഇതിനകത്ത് വരുന്നവർക്ക് ആ ശക്തിയോടെ പുറത്തു പോകാൻ കഴിയാറില്ലേ? ഹല്ലേലൂയ. അതേസമയം നമ്മൾ ഭവനത്തിലായിരുന്നു കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു മുറിവുണങ്ങുമായിരിക്കാം, ഒരു സങ്കടം വചനത്തിലൂടെ മാറുമായിരിക്കാം, ചിലപ്പോൾ ഒരു രോഗസൗഖ്യം വെളിപ്പെടുമായിരിക്കാം. പക്ഷേ സഭയുമായി പറയുന്ന ബന്ധത്തിലോ സഭയുമായി വരുന്ന ഐക്യതയിലോ സഭയുമെന്ന് പറയുന്ന കർത്താവിൻ്റെ തിരുവചനത്തിൻ്റെ തലയാകുന്ന അടിസ്ഥാനത്തിലോ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്ത് തിരുസഭയെ ദൈവത്തെ മറന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തലയോട് മറുതലിച്ചാൽ ഉടലാകുന്ന നമുക്ക് ഒരു വിലയും ഇല്ല. എന്തെങ്കിലും ഒരു വില ഇന്നുണ്ടെങ്കിൽ അത് യേശുവിലൂടെ ലഭിച്ച വിലയേ ഉള്ളൂ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആരിലൂടെ ലഭിച്ചതാണ്? യേശുവിലൂടെ ലഭിച്ചതാണ്. എനിക്ക് ധൈര്യമായിട്ട് അത് പറയാൻ കേട്ടോ. എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ധൈര്യമായിട്ടിത് പറയാം. അതേപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പണ്ടൊരു അത്തിവർഷം എന്ത് ചെയ്തു? പടന്ന് പന്തലിച്ചു. കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് അതിലെ പോയപ്പോൾ അത്തിഫലം കായ്ച്ച, അല്ലെങ്കിൽ വിശക്കുന്നത് കൊണ്ട് ഫലം കിട്ടുമെന്ന് പറഞ്ഞ് അതിൻ്റെ മൂട്ടിൽ പോയപ്പോൾ എന്ത് ചെയ്തു? ഫലമൊന്നും അതിനകത്ത് കണ്ടില്ല. ഇനി ഇതിൽ നിന്നൊരു ഫലം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞിട്ട് പോയി. തിരിച്ച് മടങ്ങി വന്നപ്പോൾ അത് കരിഞ്ഞു പോയെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. നമ്മൾ സഭയിൽ ഭയങ്കര ആക്റ്റീവായിരിക്കും, സഭയുടെ അകത്ത് ഭയങ്കര ആളെന്ന പേരും ഞാനില്ലെങ്കിൽ സഭ നടന്നു പോകില്ലെന്നും വിചാരിക്കുന്ന വ്യക്തികളുണ്ട്. ഇതിനകത്തുണ്ടോയെന്ന് എനിക്കറിയില്ല.
പക്ഷെ പല സഭകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനാണ് ഇതിൻ്റെ എല്ലാം നയിക്കുന്നത്, ഞാനാണ് ഈ കാര്യഗതികളെല്ലാം നടത്തുന്നത്, എൻ്റെ സമ്പത്തിലാണിത് നിലനിൽക്കുന്നത്. പക്ഷേ ഫലമൊന്നും കാണില്ല. കർത്താവ് ഇറങ്ങി വരുമ്പോൾ ഫലമില്ലാതെ ആടിച്ചു ഉയർന്ന് വലിയ മരമായി നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. നമ്മളിൽ എല്ലാ ഫലങ്ങളും നമ്മളിൽ നിന്ന് പുറത്ത്. അതുപോലെ കർത്താവ് വീണ്ടും വരും. പ്രാണനെ തന്ന് സ്നേഹിച്ച ദൈവം എന്ത് ചെയ്യും? തിരിച്ചു മടങ്ങി വരും. അന്ന് എന്ത് ചെയ്യും? നമ്മെ പരിപാലിച്ചൻ തന്നെ പ്രാണനെ ആ പ്രാണനാഥനെ മറന്നാണ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ആ സ്നേഹം മറന്ന് ജീവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? കർത്താവ് കാലം ചെല്ലുമ്പോഴെല്ലാം വരും. ചോര തന്ന് വീണ്ടെടുത്തവൻ കണക്ക് ചോദിക്കും. അന്ന് കണക്ക് ചോദിക്കുമ്പോൾ ആ ദൈവസന്നിധിയിൽ നമുക്ക് തല ഉയർത്തി നിൽക്കുവാൻ പറ്റാത്ത ഗതി ഉണ്ടാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് കണക്ക് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കർത്താവ് എന്ന് പറയരുത്. നമ്മൾ എല്ലാ ന്യൂ ഇയറിലും പറയുന്നൊരു വാക്കാണ്, ഈ 2023 വർഷം അല്ലെങ്കിൽ 24 വർഷം അല്ലെങ്കിൽ 25 വർഷത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഒരു വർഷം കൂടെ കർത്താവ് തന്നു, ഈ വർഷം ഞാൻ ഫലം എന്ത് ചെയ്യും? കായ്ക്കും. ഹല്ലേലൂയ. ഇപ്പം 2 മാസമായി, എന്തെങ്കിലും ഫലം വന്നോ? പൂവെങ്കിലും വന്നോ? മുട്ടെങ്കിലും വന്നോ? കർത്താവ് എപ്പോഴും വേണമെങ്കിലും വരും. ഫലമുണ്ടോ എന്ന് നോക്കും. ഉണ്ടോ? അതാ മരം മാത്രമേ ഉള്ളൂ. സഭയെ നമ്മൾ സ്നേഹിക്കണം. ഹല്ലേലൂയ. ഹെവൻലി റെവല്യൂഷൻ ചർച്ചിനല്ല, ആരെ സ്നേഹിക്കണം? സഭയെ. കർത്താവിൻ്റെ സഭയെ സ്നേഹിക്കണം. ഹല്ലേലൂയ. ആ സഭ കർത്താവിൻ്റെ ശരീരമാണ്. ആ സഭയെ വീണ്ടെടുക്കുവാനാണ് കർത്താവ് വീണ്ടും വരുന്നത്. അപ്പോൾ നമ്മൾ കർത്താവിനോടൊപ്പം ചേർന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കണം. ഇനി സഭയാണ് ഈ ലോകത്തിൻ്റെ അധികാരി. അതായത് നിങ്ങൾ സഭയായാൽ നിങ്ങൾ നിങ്ങളുടെ ദേശത്തിനകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് അധികാരിയായി തീരും. കാരണം കർത്താവിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നു. എഫേസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളകത്ത് വായിക്കുമ്പോൾ അതിനകത്ത് പഠിപ്പിക്കുന്ന കാര്യം, എഫേസ്യർ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 23 വരെ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെട്ട സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴിലാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശ് മരണത്തോടെ കർത്താവിന് ലഭിച്ച എല്ലാ അധികാരങ്ങളും, വാഴ്ചകളുടെ മേലുള്ള അധികാരമാകട്ടെ, മരണത്തിൻ്റെ മേലുള്ള അധികാരമാകട്ടെ, ഈ ഭൂമിയുടെ മേലുള്ള അധികാരമാകട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് മേലുള്ള അധികാരമാകട്ടെ, എല്ലാം കർത്താവ് സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ സഭയായി മാറുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ ഉറപ്പായും കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൻ്റെ മന്ദിരമെന്ന് തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ, നിങ്ങളുടെ ഈ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ, നിങ്ങൾ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മാത്രമേ മഹത്വപ്പെടുത്തൂ, ലോകത്തെ സ്നേഹിക്കില്ലെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെയും കർത്താവ് ശക്തരായി നിർത്തും. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ സമയം പൂർണ്ണമായും സഭയ്ക്ക് കൊടുക്കും. എൻ്റെ കുടുംബത്തിന് ഞാൻ കൊടുക്കാത്ത വില അല്ലെങ്കിൽ സമയം ഞാൻ സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ജോലിക്ക് കൊടുക്കാത്ത സമയം ഞാൻ ആർക്ക് കൊടുത്തിട്ടുണ്ട്? സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടുംബത്തിന് ചിലവാക്കാത്ത സമ്പത്ത് സഭയ്ക്ക് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്. ഞാൻ കൊടുത്തെന്ന് പറഞ്ഞതാണ് കേട്ടോ. കർത്താവ് എന്ത് പറഞ്ഞു അതെല്ലാം ഞാൻ ചെയ്യുവാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യനാണ്, ഞാൻ ഇതെല്ലാം പറഞ്ഞാലും എന്തൊക്കെ കുറവുകൾ എനിക്ക് ഉണ്ട്. എല്ലാം തികഞ്ഞവനായിട്ട് ആരും ഇല്ല. അത് ഒരാൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. 2026 വർഷത്തിന് മുന്നേ കാൽവരി ക്രൂശിൽ അദ്ദേഹം എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റുന്നത് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങളത് തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ, നിങ്ങളുടെ ഈ ശരീരത്തെ കർത്താവിൻ്റെ മന്ദിരമായും പരിശുദ്ധാത്മാവിന് വേണ്ടി വിട്ടുകൊടുത്ത് ജീവിച്ചാൽ നിങ്ങളും അധികാരിയായി തീരും. ഹല്ലേലൂയ. എത്ര പേർ എൻ്റെ കൂടെ ഉണ്ട്? മനസ്സിലാവുന്നുണ്ടോ? കർത്താവിൻ്റെ ശരീരം കൊണ്ട്, കർത്താവിൻ്റെ ശരീരത്തിന് മാത്രമേ ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് മാത്രമേ ഈ ലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ.
പഴയ പുതിയ നിയമങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, രാജാക്കന്മാരെ പോലും നിയമിച്ചത് ദൈവത്തിൻ്റെ മക്കളാണ്. അത് പഴയ നിയമത്തിൽ അങ്ങനെയാണെങ്കിൽ ഇന്ന് പുതിയ നിയമമാകുന്ന നമ്മുടെ മേൽ കിടക്കുന്ന അധികാരം തിരിച്ചറിഞ്ഞാൽ രാജാക്കന്മാരെ പോലും നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ നാമത്തിൽ ശക്തികളെ എതിരിട്ട് നിൽക്കുവാൻ കഴിയും. നമ്മൾ കൽപ്പിച്ചാലും പലതും കർത്താവിൻ്റെ നാമത്തിൽ മുഴങ്കാലുകൾ മടക്കും. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെ മടക്കിയ ക്രിസ്തുയേശുവിൻ്റെ നാമവും അധികാരവും സഭയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. സർവ്വതും കർത്താവ് നമുക്ക് തന്ന് നമ്മുടെ അധികാരിയായി, നമ്മുടെ തലയായി കർത്താവ് പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളത് മനസ്സിലാക്കി ജീവിക്കണം. നിങ്ങൾ കരഞ്ഞ് കരഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ, നിങ്ങളുടെ ഹൃദയം കലങ്ങി ജീവിക്കുന്നതിനേക്കാൾ, എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നതിനേക്കാൾ നിങ്ങൾ അധികാരിയാണെന്നും നിങ്ങൾ കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്ന് മനസ്സിലാക്കിയാൽ, എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ കുടുംബത്തിനകത്ത് ഇന്ന് വാഴ്ചയെടുക്കുന്ന പലതും നിൻ്റെ കാൽ ചുവട്ടിലാവും. നിന്നെ പാമ്പുകളും തേളുകളും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരത്തോടെയാണ് നിർത്തിയിരിക്കുന്നത്. നീ നെഗറ്റീവ് പറയാതെ, നീ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് പറഞ്ഞ അധികാരത്തിൽ നിന്നാൽ നിൻ്റെ മുന്നേ തല ഉയർത്തുവാൻ ഒന്നിനും കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി സഭയ്ക്ക് പല അധികാരങ്ങളുണ്ട് കേട്ടോ, പല അധികാരങ്ങൾ, ഒരുപാട് അധികാരങ്ങളുണ്ട്. നമുക്കുള്ള ചുരുക്ക സമയത്തിനുള്ളിൽ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാം. പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ ഒരു കാലഘട്ടത്തിൽ തടവറയിലായി. താൻ എന്ത് ചെയ്തു? തന്നെ വധിക്കുവാനായി, തന്നെ കൊല്ലുവാനായി രാജാവ് തന്നെ തടവറയിലിട്ടിരിക്കുകയാണ്, യാമത്തിലിട്ട് പൂട്ടിയിരിക്കുകയാണ്. സഭ എന്ത് ചെയ്തു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. സഭയുടെ ശ്രദ്ധയോടെ പ്രാർത്ഥന സ്വർഗത്തോളം എത്തിയപ്പോൾ കർത്താവിൻ്റെ ദൂതൻ താൻ കിടന്ന് ഉറങ്ങിയ സ്ഥലത്ത് ആ തടവറയകത്തിറങ്ങി 1-ാം വാതിലും 2-ാം വാതിലും ഇരുമ്പ് വാതിലും തുറന്ന് തന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഈ കാലയളവിലും സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ അഴിയാത്തത് അഴിയും, പൊളിയാത്തത് പൊളിയും, തുറക്കാൻ പറ്റാത്ത വാതിലുകളെ തുറക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇതൊന്നും ഏറ്റെടുക്കാൻ പറ്റുന്നില്ലല്ലേ? സത്യസന്ധമായി ഞാൻ പറയുന്നു, സഭ വിചാരിച്ചാൽ ഇതിനകത്തുള്ള പലതും അഴിയും, പലതും തുറക്കും. പല ലെവലിൽ ജീവിക്കുന്നവരെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാക്കാൻ മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ കുറവുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ അത് തിരിച്ചറിഞ്ഞ് അതെല്ലാം കർത്താവിന് വേണ്ടി മാറ്റി, കർത്താവിൻ്റെ രക്തത്താൽ നിങ്ങളെ തന്നെ കഴുകി, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയോടെ നിങ്ങൾ ജീവിച്ചാൽ, നിങ്ങൾ സഭയാകുകയാണെങ്കിൽ, സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാലഘട്ടം ഈ നാളുകൾ വരാൻ പോകുന്നു. ഉണർവിൻ്റെ സീസണിൽ സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവിൻ്റെ വലിയ കരം ഇതിനകത്ത് ചലിക്കും. നമ്മൾ എന്ത് വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്നു ആ വിഷയം ഇതിനകത്ത് നടക്കും. കാരണം പത്രോസിൻ്റെ ജീവിതത്തിനകത്ത് എഴുതി കാണിച്ചതാണ്. ഇനി അവനെ തുറന്നു വിടാൻ ചാൻസ് ഇല്ല, അദ്ദേഹത്തിന് ഇനി ഒരു ജീവിതമില്ല, അദ്ദേഹം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതാണ്. പക്ഷേ താൻ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്വസ്ഥതയോടെ താൻ കിടന്നുറങ്ങി. ദൈവത്തിൻ്റെ സന്നിധിയിൽ തനിക്ക് നാളെ എത്താമല്ലോ, അല്ലെങ്കിൽ വധിക്കുമ്പോൾ എന്ത് ചെയ്യാം? പിതാവായ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകാമല്ലോ. താൻ വിശ്വസ്തനായിരുന്നു, താൻ ദൈവത്തെ അറിഞ്ഞ് ദൈവം പറഞ്ഞതുപോലെ ജീവിച്ച വ്യക്തിയാണ്. എവിടെ എത്തും? നിത്യജീവനിൽ, നിത്യരാജ്യത്തിൽ പ്രവേശിക്കും. ആ ധൈര്യത്താൽ താൻ കിടന്നുറങ്ങുകയാണ്. പക്ഷെ സഭയ്ക്ക് മനസ്സിലായി, ഇപ്പോൾ പത്രോസ് നഷ്ടപ്പെട്ടു പോയാൽ സഭയുടെ അകത്തൊരു കലക്കമുണ്ടാകും. പത്രോസും ശീലാസും അങ്ങനെയുള്ള അഭിഷിക്തന്മാരാണ് സഭയെ അന്ന് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്, അന്ന് ടോപ്പിൽ നിന്നത്. അപ്പോൾ അവർക്കൊരു നഷ്ടമുണ്ടായാൽ തൊട്ട് താഴോട്ട് നിൽക്കുന്ന വിശ്വാസികൾ, അതല്ലെങ്കിൽ ഈ നാളുകൾ 2 ദിവസം മുന്നേ, കഴിഞ്ഞ ദിവസം വന്ന വിശ്വാസികൾ എന്ത് ചെയ്യും? ചിതറിപ്പോവും. ഹല്ലേലൂയ. അതുകൊണ്ട് സഭ എന്ത് ചെയ്തു? രാത്രി പകലില്ലാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു. രാത്രി വന്ന് പത്രോസ് വന്ന് കതകിൽ തട്ടിയപ്പോൾ പോലും അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും വിശ്വാസം വന്നില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ജനമേ, നിൻ്റെ ദേശത്തിനകത്തൊരു പ്രശ്നമുണ്ടാകുമ്പോൾ, ദേശത്തിനകത്തൊരു പ്രതികൂലമുണ്ടാകുമ്പോൾ, നമ്മുടെ ദേശങ്ങളിൽ ഈ നാളുകളിൽ ആത്മഹത്യ ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആക്സിഡൻറ്റുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അധികാരം പൂർണ്ണമായും ആരുടെ കരത്തിലാണ്? സഭയുടെ കരത്തിലാണ്. ഇങ്ങനെ കൂടുന്ന സമയത്ത് സഭയുടെ അകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിനകത്ത്, അല്ലെങ്കിൽ ആ ദേശത്തിനകത്ത് വിടുതൽ കർത്താവ് നൽകും. ഇനി സഭയുടെ അകത്തുള്ള ഒരാൾക്ക് സാമ്പത്തികമായി തകർച്ച അനുഭവപ്പെടുകയാണ്, സഭയ്ക്ക് വേണ്ടി നിന്ന ആളാണ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ്, ഉറപ്പായും സഭയ്ക്ക് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇനി നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിലകത്ത് ഒരു വലിയ വിഷയം നടക്കുകയാണ്, സഭ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് ആ വിഷയത്തിന്മേൽ നീക്കുപോക്ക് കർത്താവ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, സഭ വിചാരിച്ചാൽ എല്ലാത്തിലും ഒരു മാറ്റം ഉണ്ടാക്കുവാൻ കഴിയും. കഴിയില്ലേ? ഹല്ലേലൂയ. കാരണം ആ അധികാരം ആരുടെ കയ്യിലാണ്? സഭയുടെ കയ്യിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സഭയ്ക്കെതിരെ അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്കെതിരെ കൂടി വന്ന ജനത്തിനെതിരെ ഒരു പ്രശ്നം നടന്നു. അവർ എന്ത് ചെയ്തെന്നറിയാം? അപ്പോസ്തല പ്രവൃത്തികൾ അവരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്നു പ്രാർത്ഥിച്ചു. കർത്താവെ, അങ്ങയുടെ ദാസനാകുന്ന യേശുവിൻ്റെ നാമം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കെതിരെ ഈ പ്രശ്നങ്ങൾ വരുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ഇരുന്നിരുന്ന സ്ഥലം വീണ്ടും കുലുങ്ങി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ കഴിഞ്ഞ നാളിൽ ഇറങ്ങി വന്നതുപോലെ ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തി സഭ വീണ്ടും വളർന്നതുപോലെ ഈ നാളുകളിൽ സഭകളുടെ അകത്തേക്ക് ജനം വരുവാൻ സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഈ നാളുകൾ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ സഭയാകുന്ന നമ്മൾ ഒരുമിച്ച് ഐക്യതയോടെ നിൽക്കണം. എവിടെ ഐക്യതയുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. സഭയുടെ അകത്ത് യഥാർത്ഥത്തിൽ ഐക്യത നഷ്ടപ്പെടുത്തുന്ന സാത്താൻ ഇറങ്ങി വന്ന് സഭയുടെ അകത്ത് ഐക്യത നഷ്ടപ്പെടുത്തുന്നതിന് കാരണം ഐക്യതയോടെ കൂട്ടത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ സഭ എന്ന് പറയുന്ന സംഭവത്തെ പൊളിക്കുവാനും പറ്റില്ല, സഭ പറയുന്ന കാര്യങ്ങൾക്ക് മാറ്റവും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. സഭയെ പൊളിക്കുവാൻ എന്ത് ചെയ്യില്ല? പാതാള ഗോപുരങ്ങൾക്ക് കഴിയില്ല. സഭ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്ന, സഭ അധികാരത്തോടെ പ്രവചിക്കുന്ന, സഭ അധികാരത്തോടെ പറയുന്ന വിഷയങ്ങളുടെ മേൽ നീക്കുപോക്കല്ലാതെ മറ്റൊരു വഴി നടക്കുകയും ഇല്ല. അതുകൊണ്ട് സാത്താൻ എന്ത് ചെയ്യും? ഭിന്നത കൊണ്ടിടും. ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ സഭയിലേക്ക് കൃത്യമായി വരാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് വിഷമങ്ങളുള്ള, പ്രയാസങ്ങളുള്ള, പ്രതികൂലങ്ങൾ കൊണ്ടിടും. അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ സംസാരിക്കുമ്പോൾ, ഇതിനകത്ത് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടിടും. കാരണം നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നെന്ന് ആർക്കറിയാം? സാത്താൻ അറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, എന്നോട് പറയാറുണ്ട്, ഈ സഭയുടെ അകത്ത് വന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നം, ഭയങ്കര പ്രയാസം. അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അതുവരെ നിങ്ങൾ എവിടെയാണ് കിടന്നത്? ഫറവോൻ്റെ മടിയിലാണ് കിടന്നത്. അവൻ താലോലിച്ചുകൊണ്ട് കിടന്നതാണ്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, ഇനി ഈ മകനെ അധികകാലം എനിക്ക് വെച്ച് താലോലിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവളെ ഇറിറ്റേറ്റ് ചെയ്യണം. ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് തോന്നും? സഭയിൽ വന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കില്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയ ജനമേ, നിങ്ങൾ അങ്ങനെ ഇറിറ്റേറ്റഡ് ആകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന, വചനം കേൾക്കുന്ന, സഭയിൽ പോകുമ്പോൾ പ്രശ്നം കൂടുന്ന, ഭവനത്തിനകത്ത് പ്രശ്നം കൂടുകയും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നം കൂടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സന്തോഷിക്കണം. കാരണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം അവൻ കാണുന്നുണ്ട്, ഇരുട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ ഇരിക്കുവാൻ കഴിയുന്നില്ല. അവൻ എങ്ങനെയെങ്കിലും നിങ്ങളെ വിട്ട് ഓടിപ്പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറിറ്റേറ്റഡ് ആകുന്നത്. നിങ്ങൾ കൂടുതൽ കർത്താവുമായി ബന്ധപ്പെടണം, കൂടുതൽ സഭയുമായി ബന്ധപ്പെടണം, കൂടുതൽ കർത്താവുമായുള്ള ആത്മബന്ധത്തിൽ ചേർന്ന് വരണം. ഹല്ലേലൂയ. നിങ്ങളെ കഴിഞ്ഞ നാളിൽ അറുത്ത് മുടിച്ചവൻ മാറിപ്പോയി, ജീവനും ജീവൻ്റെ അധികമുള്ള ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെടും. നിങ്ങളെ ദേശത്തിനകത്ത് കർത്താവ് മാനിച്ചു തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ എവിടെ നശിച്ചെന്ന് പറഞ്ഞോ, എവിടെ തകർന്നെന്ന് പറഞ്ഞോ, എവിടെ നിങ്ങൾ ഇനി ഇല്ല എന്ന് പറഞ്ഞോ, അവിടെ നിന്ന് കർത്താവ് ഉയർത്തിക്കൊണ്ടുവരും. ഹല്ലേലൂയ. കാരണം സഭയ്ക്ക് ആ അധികാരമുണ്ട്. കൂടിയിരുന്ന് പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ സഭയുടെ അകത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കകത്തും അധികാരം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കിട്ടുന്ന ഇത്രയേ ഉള്ളൂ: ദൈവത്തിൻ്റെ സാന്നിധ്യം സഭയ്ക്കകത്തുണ്ട്. നിങ്ങൾ സഭയുമായി ബന്ധത്തിലായിരിക്കുന്നത് കൊണ്ട് കർത്താവ് പെട്ടെന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ഒരു ബന്ധം കർത്താവുമായിട്ട് ഉണ്ടാകട്ടെ. അതുകൊണ്ട് തന്നെ എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 10 മുതൽ 10-ാം അധ്യായം 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 23-22 വായിക്കുമ്പോൾ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിച്ചുകൊണ്ട് സ്നേഹത്തിലും സൽപ്രവൃത്തിയിലും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? സഭായോഗം അലംഭാവമായി കാണരുത്, ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ. ദൈവവുമായുള്ള ബന്ധം നിങ്ങൾ ആദ്യം ക്ലിയർ ചെയ്യണം. സഭയുമായുള്ള ബന്ധം ദൈവവുമായുള്ള ബന്ധം നിങ്ങൾ ക്ലിയർ ചെയ്തു എന്ന് എങ്ങനെ അറിയാൻ പറ്റും? സഭയിൽ നിങ്ങൾ വരുന്നത്, സഭയുമായ ബന്ധത്തിൽ സഭയിൽ കൊടുക്കുന്നത്, സഭയുമായുള്ള ആഴമേറിയ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ദൈവവുമായുള്ള ബന്ധത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ദൈവം എന്തെങ്കിലും തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പിണങ്ങും, ദൈവത്തോട് പിണങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവസഭയുമായി, കർത്താവുമായുള്ള ആലയവുമായി ബന്ധം നിൽക്കണം. ഹല്ലേലൂയ. ദൈവം ചിലപ്പോൾ ഈ സഭയുടെ അകത്ത് വെച്ച് നിങ്ങളെ മാനിക്കും, സാമ്പത്തികമായി നിങ്ങളെ ഉയർത്തും. എന്തിനു വേണ്ടിയായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും? ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ.
നിങ്ങൾ എങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം അത്രത്തോളം നിങ്ങൾ മാന്യതയുള്ളവരായി തീർന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതിനകത്ത് പറയുന്ന സംഭവം, പ്രത്യാശയുടെ സ്വീകാരം വിട്ടുകളയാതെ സഭയുമായുള്ള ബന്ധത്തിൽ ചിലർ കാണിക്കുന്ന പോലെ അലംഭാവം കാണിക്കരുത്. സഭയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കളഞ്ഞാൽ ആരും ഇല്ലെങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തുവാൻ ആർക്ക് കഴിയും? കർത്താവിനെ കഴിയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ലോകക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സഭ ആരാധനകളെ അലംഭമായിട്ട് കളയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭ കർത്താവിൻ്റെതാണെങ്കിൽ നീ സഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഓരോ സമയവും കർത്താവ് നിനക്ക് ഇരട്ടിയായി മടക്കി നൽകും. നിനക്ക് ആ മാന്യത കർത്താവ് മടക്കി നൽകിയിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ സഭാരാധന അലംഭമാവുമായി കണക്കാക്കരുത്. അതുകൊണ്ട് തന്നെ സഭാരാധനകൾ ഉപേക്ഷിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രബോധിച്ച് ജീവിക്കുക. അപ്പോസ്തല പ്രവർത്തികൾ 6-ാം അധ്യായം 1 മുതൽ 6 വരെ വായിക്കുമ്പോൾ അതിനകത്ത് കർത്താവിൻ്റെ സഭ അല്ലെങ്കിൽ എന്താ പറയുക കൂട്ടായ്മ വളരുകയാണ്. വളരുന്ന സമയത്ത് അതിനകത്തുള്ള സ്ത്രീകൾക്ക് മറ്റുള്ളവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്ത് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ അവിടെ ഉള്ളവർക്ക് ഭക്ഷണം വിളമ്പുവാൻ, മേശയെങ്കിലും ഭക്ഷണം വിളമ്പുവാനും ഭക്ഷണം ഉണ്ടാക്കുവാനും വേണ്ടി ഒരു തർക്കമുണ്ടായെന്ന് പറഞ്ഞാൽ പത്രോസും മറ്റുള്ളവരൊക്കെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വരെയാണ്. അവരുടെ ഇടയിൽ എന്ത് ചെയ്യണം? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ ആളില്ലെന്നല്ല, അവരെ വിധവമാരെയും അങ്ങനെയുള്ള വ്യക്തികളുമൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞൊരു തർക്കം അതിനകത്തുണ്ടായപ്പോൾ പത്രോസും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുമായി ഒരു തീരുമാനം പറഞ്ഞു. ഞങ്ങൾ മേശയിലെങ്കിൽ വിളമ്പുന്നത്, മേശയിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം? വചനം സംസാരിക്കാം. ദൈവത്തിൻ്റെ 12 ശിഷ്യന്മാർ കൂടാതെ വിളിച്ചു വരുത്തി തങ്ങളുടെ വചനം ഉപേക്ഷിച്ച്, ദൈവവചനം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മേശയിൽ വിളമ്പുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇതിനകത്തുള്ള അതിൻ്റെ 3-ാം വാക്യം പറയുന്നു, ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. ഏകദേശം 8000-ലധികം പുരുഷന്മാരുണ്ടായിരുന്നിടത്ത് നിന്ന് 7 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. എന്തിനെന്നറിയാമോ? സഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ. ഈ സഭയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി വിളമ്പുന്നതാണ് സഭയുടെ അന്നത്തെ ആവശ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ജ്ഞാനം വേണം. സഭയുടെ കാര്യം ചെയ്യാനും എല്ലാ കാര്യങ്ങളും വേണം കേട്ടോ. ജ്ഞാനം വേണം. ആത്മാവ് നിറഞ്ഞവരും ജ്ഞാനമുള്ളവരുമായി 7 പേരെ നിർത്താൻ പറഞ്ഞു. ഈ 7 പേരെ നിർത്താൻ പറഞ്ഞ് അതിൽ നിന്ന് 7 പേരെ സെലക്ട് ചെയ്തു. അതിൻ്റെ തൊട്ട് താഴെ വായിക്കുകയാണെങ്കിൽ 7 പേരെ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്നും നോക്കണ്ട. അതിനകത്ത് ഞാൻ പറയാമെന്ന് എത്രയേ ഉള്ളൂ, സഭയുടെ അകത്ത് കഞ്ഞി വച്ചതുകൊണ്ട്, സഭയുടെ അകത്ത് വിളമ്പിയത് കൊണ്ട്, സഭയുടെ അകത്ത് ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഒരു ഫിലിപ്പോസ് എഴുന്നേറ്റു, ഒരു സ്തെനാവോസ് എഴുന്നേറ്റു. തൻ്റെ ജീവിതത്തിനകത്ത് ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു ഫിലിപ്പോസ് എഴുന്നേറ്റപ്പോൾ ദേശം സന്തോഷിച്ചതിന് കാരണം താൻ സഭയ്ക്കകത്ത് കൊടുത്ത പണി കൃത്യമായി ചെയ്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ കുടുംബത്തിനെ പോലും നോക്കാതെ, അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വലിയ കാര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് സഭയുടെ അകത്ത് ഒരു ചെറിയ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം പറയുന്നു, ഒരു കസേര നിങ്ങൾ പിടിച്ചിടാൻ കൃത്യമായി എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിനകത്ത് വന്ന് പ്രാർത്ഥിക്കുവാൻ കൃത്യമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ കർത്താവ് ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ ശുശ്രൂഷ ഉണ്ടെങ്കിൽ കർത്താവ് ഉറപ്പായും ആ ശുശ്രൂഷ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തും. ആ ശുശ്രൂഷ പ്രകാരം കർത്താവ് നിങ്ങളെ മാനിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 21-ാം അധ്യായം 8-9 വാക്യങ്ങളകത്ത് പോകുമ്പോൾ ഫിലിപ്പോസിൻ്റെ അടുക്കലേക്ക് നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പോവുകയാണ്. പൗലോസ് അപ്പോസ്തലൻ അവിടെ പോകുമ്പോൾ ഫിലിപ്പോസിന് വീടുണ്ട്. ഹല്ലേലൂയ. നേരത്തെ ഭവനം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഭവനമുണ്ട്. ആ ഭവനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ താമസിച്ചത്. അതിൻ്റെ തൊട്ട് താഴെ വായിക്കുമ്പോൾ, അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, അവന് അല്ലെങ്കിൽ ഫിലിപ്പോസിന് കന്യകമാരായ 4 മക്കളുണ്ടായിരുന്നു. 4 പേരും പ്രവാചകന്മാരാണ്. ഹല്ലേലൂയ. സഭയ്ക്ക് വേണ്ടി കഞ്ഞി വെച്ചവൻ, സഭയ്ക്ക് വേണ്ടി നിലനിന്നവൻ, സഭയുടെ കാര്യത്തെ ശ്രദ്ധിച്ചവന് 4 മക്കളെ ലഭിച്ചു. 4 പേരും ആരാണ്? പ്രവാചകന്മാരാണ്. അതും പൗലോസ് അപ്പോസ്തലൻ പ്രവാചകി എന്ന് പറയണമെങ്കിൽ എങ്ങനെയുള്ള പ്രവാചകന്മാരായിരിക്കണം? എങ്ങനെയായിരിക്കണം? പൗലോസ് അപ്പോസ്തലനെ പോലെ ഒരു അഭിഷിക്തൻ പറയുകയാണ് 4 പ്രവാചകികൾ ഉണ്ടായിരുന്നു. അത്രയും ശക്തമേറിയ തീഷ്ണതയുള്ള ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പ്രവചിക്കുന്ന മക്കളായി മാറി. നിന്റെ മക്കൾ, നിന്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോവില്ല.
യേശുവിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, സഭയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, സഭയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് നീ സഭയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് ചിലപ്പം ദാരിദ്ര്യാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം, സഭയ്ക്ക് വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു, നീ സഭയ്ക്ക് വേണ്ടി യഥാർത്ഥമായി നിൻ്റെ ഹൃദയപ്രകാരമായിട്ട്, ആരുടെയും ചിന്ത പ്രകാരമല്ല, നിൻ്റെ ഹൃദയപ്രകാരമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സഭയ്ക്ക് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് ഉയർത്തും. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 1 മുതൽ 3 വരെ, സഭയിൽ 3 വരെ വായിക്കുന്ന സമയത്ത് സഭയുടെ അകത്ത് ചേർന്നിരുന്ന ബർന്നബാസിനെയും ശൗൽ എന്ന് പറയുന്ന വ്യക്തിയെയും, ശൗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പൗലോസ് പൗലോസിനെയും അവരുടെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതിൻ്റെ 13-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹൈദ്രോവോട് വന്ന മനയൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവാസിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ മേൽ യഥാർത്ഥമായി ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ, യഥാർത്ഥമായി അവൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ, സഭ അവരുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞയക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? സഭയുടെ അകത്ത് ചേർന്നിരിക്കണം, സഭയുടെ എല്ലാ കാര്യങ്ങളിലും ഇരിക്കണം. നമ്മൾ ഇതിനകത്ത്, ഞാൻ ഇത് പറയാൻ കാരണം, ഇതിനകത്ത് കർത്താവ് ഇതൊക്കെ തന്ന സമയത്ത് എനിക്ക് സന്തോഷം തോന്നി. ഇതിനകത്ത് പല പ്രവാചകിമാരുണ്ട്, പല ഇടയന്മാരുണ്ട്, പല ഫൈഫോർഡ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്ന് സഭയുമായി ചേർന്നിരിക്കുന്നു അന്ന് മാത്രമേ സഭ നിങ്ങളെ ആ അധികാരം പകർന്ന് പുറത്തെത്തിക്കൂ. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ ശുശ്രൂഷയിലും ഇവിടെ വരുന്ന ദൈവസന്മാർ നിങ്ങളെ വിളിക്കും. എന്തോന്നാണ്? നീ ഒരു സുവിശേഷൻ ആണ്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അഭിഷിക്തനുമായി ചേർന്നിരിക്കുക, സഭയുമായി ചേർന്നിരിക്കുക. ദൈവം നിങ്ങളെ മാനിച്ചു തുടങ്ങും. എല്ലാവരും എഴുന്നേറ്റാണ് നമുക്ക് പ്രാർത്ഥിക്കാം.